dear children, welcome to Kids Area Online. എല്ലാവരും സുഖായിരിക്കുന്നല്ലോ? യെസ്. ഇപ്പോൾ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന സെക്കൻഡ് ടേം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷനും നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. LKG UKG ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സും നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് ആയിട്ടുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് പോവാണ്. സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാ? എവിടെയാ സൂര്യൻ ഉദിക്കുന്നേ? ഏത് ദിശയിലാ സൂര്യൻ ഉദിക്കുന്നേ? എവിടെയാണ്? സൺറൈസസ് വിച്ച് ഡയറക്ഷൻ? യെസ്, കിഴക്ക്. എവിടെയാ? കിഴക്ക്. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്ക് ഭാഗത്താണ് അല്ലേ? സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. സംശയമുണ്ടോ? സൂര്യൻ ഉദിക്കുന്ന ദിക്കേതാ? കിഴക്ക്. സൂര്യൻ ഉദിക്കുന്ന ദിശ കിഴക്ക്. സംശയമില്ലല്ലോ? ഇല്ല. We consider the direction from where the sun rises to the east. എവിടെയാണോ സൺ റൈസസ്, അതായത് ഉദിക്കുന്നത്, അതെന്തായിരിക്കും? ഈസ്റ്റ്. ഓക്കെ, ഇവിടെ നോക്കിയേ. ഒരു കുട്ടിയെ കണ്ടോ? ഇവിടെ ഒരു കുട്ടിയെ എല്ലാവരും കണ്ടോ? ആ കുട്ടി എന്ത് ചെയ്യുകയാണ്? സൂര്യനെ നോക്കി നിൽക്കുകയാണ്. കണ്ടോ? സൂര്യനെ നോക്കി നിൽക്കുകയാണ്. സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്, അഭിമുഖമായി നിൽക്കുകയാണ്. സൂര്യനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അഭിമുഖമായി നിൽക്കുക, അല്ലെങ്കിൽ ഫേസ് ചെയ്ത് നിൽക്കുക. അഭിമുഖം എന്ന് പറയുമ്പോൾ ആർക്ക് സംശയം വരണ്ട. ഫേസിങ് എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട. സൂര്യനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നേ? ഏത് ദിശയിലേക്കാണ്? സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാ? കിഴക്ക്. ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും, നിഴൽ ഏത് ദിശയിലാണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് പഠിക്കണം. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്കാണ് കുട്ടി നോക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന ദിശ നമുക്കറിയാം എവിടെയാണ്? കിഴക്കാണ്. സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാ? കിഴക്ക്. സംശയമില്ലല്ലോ? സൂര്യൻ ഉദിക്കുന്ന ദിശ കിഴക്ക്. സംശയമുണ്ടോ? ഇല്ല. സൂര്യൻ ഉദിക്കുന്ന ദിശ കിഴക്ക്. അപ്പൊ ആ കുട്ടി ഏത് ദിശയിൽ നോക്കിയാണ് നിൽക്കുന്നത്? ഈസ്റ്റ്. In which direction is Aji facing? In which direction? East. EAST. East direction. In which direction is Aji facing? East. തെറ്റിക്കില്ലല്ലോ? അപ്പൊ സൂര്യനെ നോക്കി നിൽക്കുകയാണെങ്കിൽ എഴുതിക്കൊള്ളുക അതേത് ദിശയാണ്? ഈസ്റ്റ് ആണ്, കിഴക്കാണ്. അടുത്ത ചോദ്യം, അജിയുടെ വലതുകൈ റൈറ്റ് ഹാൻഡ് ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഇടത് കൈയോ? അപ്പോ സൂര്യനിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, ഇടതു കൈ, വലതു കൈ, ഇത് രണ്ടും എന്താണ്? ഏത് ദിശയിലേക്കാണ്? ആദ്യം നമുക്ക് ഇടതു കൈയാണ്. ആദ്യം നമുക്ക് ഇടതു കൈ നോക്കാം. അടുത്ത് നമുക്ക് ഏത് കൈ നോക്കണം? വലതു കൈ. വലതു കൈ. ആദ്യം നമ്മൾ ഇടതു കൈ എഴുതാം, എന്നിട്ട് നമുക്ക് വലതു കൈ എഴുതാം. സൂര്യനിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഇടത് കൈ ഏത് ഭാഗത്തായിരിക്കും? വലതു കൈ ഏത് ഭാഗത്തായിരിക്കും? അറിയാവോ? ഇടതു കൈ വടക്ക് ഭാഗത്തായിരിക്കും. ഏത് ഭാഗത്തായിരിക്കും? ടീച്ചർ ഷോർട്ട് കട്ട് പറഞ്ഞുതരാവേ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇടത് കൈ വടക്ക് ഭാഗത്തും വലത് കൈ എവിടെയായിരിക്കും? തെക്ക് ഭാഗത്തും ആയിരിക്കും. ഓക്കെ, വലത് കൈ
തെക്ക് ഭാഗത്തും ആയിരിക്കും. സംശയമുണ്ടോ? മനസ്സിലായോ? എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് അജി. അജി എന്ത് ചെയ്യുന്നു? സണ്ണ് നോക്കുന്നു, സൂര്യനെ നോക്കുന്നു. അപ്പൊ കിഴക്ക് ഭാഗത്തേക്കാണ് നോക്കുന്നത്. ഓക്കെ. അടുത്ത് ചോദിക്കുന്നത്, കിഴക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ, കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ ഇടത് കൈ എങ്ങോട്ടേക്ക്, വലതു കൈ എങ്ങോട്ടേക്ക്? ഇടതു കൈ വടക്ക്, വലതു കൈ തെക്ക്. നോക്കി, വാ, വലതു കൈ. വായും ഒരുമിച്ച് വരത്തില്ല. വലതു കൈ തെക്ക് ഭാഗമാണ്. ഈ വാ വടക്ക്, വടക്കിന്റെ ആദ്യത്തെ അക്ഷരം വാ, വലതു കൈയുടെ ആദ്യത്തെ അക്ഷരം വാ. മനസ്സിലായോ? അപ്പോ വടക്ക് എവിടെ പോകും? ഇടത് കൈയാണ്. ഇടതു കൈയിലാണ് വടക്ക് ഭാഗം വരിക, വലത് കൈ വരുന്നത് തെക്ക് ഭാഗം. അപ്പോൾ വലത് കൈ വടക്കല്ല, വായും ഒരുമിച്ചല്ല വരുന്നത്. വടക്ക് എവിടെ പോകും? ഇടത് കൈയുടെ നേരെ പോകും. വലത് കൈ എവിടേക്ക് വരും? തെക്ക് ഭാഗത്തേക്ക് വരും. സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എങ്ങനെ എഴുതാ? ടു വിച്ച് ഡയറക്ഷൻ ഹാസ് അജി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? അപ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ്? റൈറ്റ് ഹാൻഡ് എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ്. ഇത് നമ്മൾ എഴുതി ഈസ്റ്റ് ആണ്. നമ്മൾ എഴുതേണ്ടത് ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ് നോക്കണം. ലെഫ്റ്റ് ഹാൻഡ്. പിന്നെ ഏതാ? റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണെന്ന് ടീച്ചർ പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് എവിടെയായിരിക്കും? നോർത്ത്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ്? നോർത്ത്. ഓക്കെ. റൈറ്റ് ഹാൻഡ് എവിടെയാണ്? റൈറ്റ് ഹാൻഡ് സൗത്ത്. റൈറ്റ് ഹാൻഡ് സൗത്ത്. സംശയമുണ്ടോ? ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലാണ്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാ വരിക? വടക്ക്. ലെഫ്റ്റ് ഹാൻഡ് എവിടെ വരിക? ലെഫ്റ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് എവിടെയാ വരിക? നോർത്ത്. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാ? നോർത്ത് ഭാഗത്തായിരിക്കും. റൈറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? റൈറ്റ് ഹാൻഡ് സൗത്ത് ഭാഗത്തായിരിക്കും. ഓക്കെ. അപ്പോൾ സൂര്യനിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ ഇടതു കൈ നോർത്തിലേക്കും വലതു കൈ സൗത്തിലേക്കും. ഓക്കെ. സംശയമുണ്ടോ? ഇവിടെ നോക്കി, 6 കഴിഞ്ഞാണ് എസ് വരുന്നത്. ABCDEFG HIJKLMNOPQR എസ്. റൈറ്റ്, സൗത്ത്. 6ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. ഇവിടെ എൽ കഴിഞ്ഞ് എൻ വരും. LMN. ഓക്കെ. സിമ്പിൾ അല്ലേ? ലെഫ്റ്റ് നോർത്ത് സൈഡിലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് നോർത്ത് സൈഡിലേക്കാണ്, റൈറ്റ് ഹാൻഡ് സൗത്ത് സൈഡിലേക്കാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇനി നിഴലാണ് നോക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാനുള്ളത് നിഴൽ. അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? അജിയുടെ നിഴൽ. നിഴൽ എങ്ങോട്ടാ പോകുന്നേ? പുറകിലേക്ക് പോവാണ് കേട്ടോ. അജിയുടെ നിഴൽ എങ്ങോട്ട് പോകുന്നു? പുറകിലേക്ക്. അപ്പോ അജി നോക്കി നിൽക്കുന്നത് ഈസ്റ്റ്, കിഴക്ക് ഭാഗത്താണെങ്കിൽ നിഴൽ പോകുന്നത് ഏത് ഭാഗത്തേക്കാ? പടിഞ്ഞാറ്. നിഴൽ പോകുന്നത് ഏത് ഭാഗത്തേക്കാ? പടിഞ്ഞാറ്. ഇത് സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാളുടെ കാര്യമാണ് കേട്ടോ. സൂര്യനെ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ ദിശയാണ്. ഓക്കെ. കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന അജിയുടെ കാര്യങ്ങളാണ്. അജി കിഴക്കാണ് നോക്കി നിൽക്കുന്നത്. അങ്ങനെ നോക്കി നിൽക്കുന്ന ആളുടെ വലതു കൈ എവിടെയായിരിക്കും? തെക്ക് ഭാഗത്തും ഇടത് കൈ വടക്ക് ഭാഗത്തുമായിരിക്കും. അജിയുടെ നിഴൽ പുറകു ഭാഗം, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം പടിഞ്ഞാറ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദാ ഇതൊന്ന് നോക്കിയേ. ഇത് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ്, റൈറ്റ് ഹാൻഡ് എവിടെയാണെന്ന് പറഞ്ഞു. റൈറ്റ് ഹാൻഡ് സൗത്തിലും ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലും. ടീച്ചർ ക്ലൂവും പറഞ്ഞു ഓർമ്മിക്കാനുള്ളത്. വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അജി ഷേഡോ? അജിയുടെ ഷേഡോ ദാ ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വരെയാണ്, പുറകിലേക്ക്. അത് ഏതാണ്? വെസ്റ്റ്, പടിഞ്ഞാറ്. അജിയുടെ ഷേഡോ എങ്ങോട്ടേക്കാ പോകുന്നേ? വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഇത് പിക്ചർ എ. അപ്പൊ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. ഇനി ഒരു ചോദ്യം കൂടി ഇതിൽ നിന്നുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അടുത്ത് വരുന്ന ഒരു ഭാഗമാണ് ചിത്രം ബി. നോക്കാം. ഇത് ചിത്രം എ ആണ്. ചിത്രം ബി എന്താണ്? നോക്കി, സൂര്യനല്ല നോക്കുന്നത്. സൂര്യനെ അല്ല നോക്കുന്നത്. സൂര്യന് ഓപ്പോസിറ്റ് സൈഡ്, സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡ് പടിഞ്ഞാറ് ഭാഗത്തേക്ക്.
ഇപ്പൊ ഏത് ഭാഗമാണ് അഭിമുഖമായി നിൽക്കുന്നത്? എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്? പടിഞ്ഞാറ് ഭാഗം. കാരണം സൂര്യനെ നോക്കി നിന്നപ്പോൾ കിഴക്കായിരുന്നു. എന്നാൽ സൂര്യനിൽ നിന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ? പടിഞ്ഞാറ്. എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗം. ഇപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ഓക്കെ, പടിഞ്ഞാറ്. ഇപ്പോൾ വലത് കൈ എവിടെ? ഇടത് കൈ എവിടെ? സൂര്യന് നേരെയാണെങ്കിൽ ഓപ്പോസിറ്റാ വന്നേ. വായും വായും ഓപ്പോസിറ്റ് വന്നു. ഇവിടെ വരുമ്പോൾ സെയിം ആയിട്ട് വരും. ഇടത് കൈ വലത് കൈ, ഇടതു കൈ ഇടതു കൈ വലതു കൈ, ഇടത് കൈ വലതു കൈ. ഇപ്പൊ സൂര്യന് അഭിമുഖമായിട്ടല്ല, ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ വലത് കൈ വടക്കാണ്, ഇടത് കൈ അപ്പോൾ എന്തായിരിക്കും? തെക്കാണ്. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, അജിയുടെ നിഴൽ എവിടെ? അജിയുടെ നിഴൽ അതേ വശത്തേക്കാണ്. സൂര്യനെ നോക്കി നിന്നപ്പോൾ പുറകിലോട്ട് നിഴൽ പോയി. എന്നാൽ സൂര്യനെ അഭിമുഖമായി നിൽക്കാതെ തിരിഞ്ഞു നിന്നപ്പോൾ നിഴൽ ഇവിടെ തന്നെയാണ്, സെയിം സ്ഥലത്ത് തന്നെയാണ്. എവിടെയാണ്? പടിഞ്ഞാറ്. ഏത് ഭാഗമാണ്? പടിഞ്ഞാറ്. സംശയമില്ലല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. എതിരെയുള്ള ദിശ അജിയുടെ എതിരെയുള്ളത്. പുറകുവശത്ത് എന്താ? അജിയുടെ പുറകുവശം. എതിരെയുള്ള ദിശ ഏതാ? പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ് കിഴക്ക്. കിഴക്ക്. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ നോക്കാവേ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിംഗ് ഇൻ ദ പിക്ചർ ബി? അജി സൂര്യനല്ല നോക്കുന്നത്, സൂര്യനെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണ്. കിഴക്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? വെസ്റ്റ്. കിഴക്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് വെസ്റ്റ്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. എല്ലാവർക്കും അറിയാലോ, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് വെസ്റ്റ്. നോർത്തും സൗത്തും ത് ഒരുമിച്ച് വരും, സ്റ്റ് ഒരുമിച്ച് വരും. ഈസ്റ്റ്, സ്റ്റ്, വെസ്റ്റ്, സ്റ്റ്, ഈസ്റ്റ്, വെസ്റ്റ്, സ്റ്റ്, ലാസ്റ്റ് സ്റ്റ് വരെയാണ്. അത് ഓപ്പോസിറ്റ്. നോർത്ത് ത് വരും, അതുപോലെ സൗത്ത് ത് വരും. നോർത്തും സൗത്തും ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ ഇൻ വിച്ച് ഡയറക്ഷൻ അജി ഈസ് ഫേസിങ്? അജി എങ്ങോട്ടാ നോക്കുന്നേ? കിഴക്ക് ഭാഗത്തേക്കല്ല, അതിന്റെ ഓപ്പോസിറ്റ്. അതേതാ? വെസ്റ്റ് ആണ്. ടു വിച്ച് ഡയറക്ഷൻ ഈസ് അജീസ് റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും എവിടെയാണ്? ലെഫ്റ്റ് നേരത്തെ നമ്മൾ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്. എവിടെയായിരിക്കും? ഇടത് കൈ എവിടെയായിരിക്കും? സൗത്തിലേക്കായിരിക്കും. ഇടത് കൈ സൗത്തിലേക്ക്. ഇവിടെ 6 കഴിഞ്ഞാണ് എസ് വന്നത്. ഇവിടെ 6 കഴിഞ്ഞ് എസ് വരില്ല. എങ്ങോട്ടേക്ക് പോകും? ഇവിടെ നോർത്ത്. നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ്. നമ്മൾ പിക്ചർ എ കിഴക്ക്, നമ്മുടെ കിഴക്ക് നോക്കി നിന്നപ്പോൾ എന്തായിരുന്നോ അതിന്റെ ഓപ്പോസിറ്റ്. ലെഫ്റ്റ് സൗത്ത് ഭാഗത്തേക്കും 6 കഴിഞ്ഞ് എസ് ആണ് കിഴക്ക് നമ്മുടെ സൂര്യനെ നോക്കി നിന്നപ്പോൾ വന്നത്. ഇത് നേരെ തിരിഞ്ഞു വരും. ലെഫ്റ്റ് സൗത്തിലേക്കും റൈറ്റ് നോർത്തിലേക്കും. ക്ലിയർ ആയോ? ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ്? അജിയുടെ നിഴൽ എങ്ങോട്ടാ പോകുന്നേ? നോക്കിയേ. സൂര്യനെ നോക്കി നിന്നപ്പോൾ പുറകിലോട്ട് പോയി, എന്നാൽ സൂര്യനെ നോക്കാതെ നിന്നപ്പോൾ മുന്നിലേക്ക് തന്നെ വരുന്നു. അത് ഏത് ഡയറക്ഷനാണ്? വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ്. ഓപ്പോസിറ്റ്. വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് അജീസ് ഫേസ്? അജി നോക്കി നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതാ? അതിന്റെ ഓപ്പോസിറ്റ് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ദിക്ക് ഏതാണ്? കിഴക്ക്. വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഈസ്റ്റ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയിരുന്നോ? എളുപ്പമല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, അടുത്തൊരു കാര്യം കൂടി നോക്കാം. ഇതാണ് വടക്ക് നോക്കി യന്ത്രം. എന്താ പറയുന്നേ? വടക്ക് നോക്കി യന്ത്രം, കോമ്പസ്. എന്താ പറയാ? വടക്ക് നോക്കി യന്ത്രം, കോമ്പസ്. വടക്ക് നോക്കി യന്ത്രം. എന്തിനാണ് വടക്ക് നോക്കി യന്ത്രം? ദിശ അറിയാൻ വേണ്ടിയിട്ടാണ്. വടക്ക് നോക്കി യന്ത്രം എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. Compass is used to find the direction. Compass is used to find the direction. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ നോക്കിയേ, ഈ വടക്ക് നോക്കി യന്ത്രത്തിൽ ഈ കോമ്പസിൽ അതിന്റെ നീഡിൽ കണ്ടോ? നീഡിൽ ഒരു റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നേ? കണ്ടോ? ഇവിടെയാണ് റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത്.
നോക്കിയേ, ഇവിടെയാണ് റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ റെഡ് മാർക്ക് വരുന്നത് എപ്പോഴും നോർത്തിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റെഡ് മാർക്ക് വരുന്നത് എപ്പോഴും എവിടെയാണ്? നോർത്തിലാണ്. അപ്പോൾ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? വടക്ക് നോക്കി യന്ത്രത്തിൽ ഈ കോമ്പസിൽ നീഡിലുണ്ട്. ഈ നീഡിലിൽ ഒരു റെഡ് മാർക്ക്, ഒരു സ്പെഷ്യലി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ട്. കണ്ടോ? അത് എപ്പോഴും ഏത് ഭാഗത്തായിരിക്കും? നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തായിരിക്കും. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, നോർത്ത്, വടക്ക് ഭാഗത്തായിരിക്കും. വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നതാണ് ഈ നീഡിലെ ഈ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്രം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ തെറ്റിക്കില്ലല്ലോ. ഈ വടക്ക് നോക്കി യന്ത്രം കോമ്പസിൽ നീഡിലിൽ ഇതിന്റെ സൂചിയിൽ ഒരു അഗ്രം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ അഗ്രം, ചുവപ്പ് നിറത്തിൽ. അത് എപ്പോഴും വടക്ക് ദിശ, നോർത്ത് ആയിരിക്കും. അപ്പോൾ സമുദ്രം, പണ്ട് സമുദ്രത്തിൽ ഇപ്പോഴും സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നതിന് പണ്ട് മുതൽ തന്നെ ഈ വടക്ക് നോക്കി യന്ത്രം, ഈ കോമ്പസ് ആണ് എന്ത് ചെയ്തിരുന്നത്? നേവിയിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. നാവികർ പണ്ട് ഉപയോഗിച്ചിരുന്നത് വടക്ക് ദിശ. അപ്പോൾ സൗത്ത് അറിയാം, വെസ്റ്റ് അറിയാം, ഈസ്റ്റ് അറിയാം. അങ്ങനെ ഈ വടക്ക് നോക്കി യന്ത്രം കോമ്പസ് ഉപയോഗിച്ചായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്? യാത്ര ചെയ്തിരുന്നത്. ഓക്കെ, ഇതെപ്പോഴും നോർത്തും സൗത്തും, തെക്ക് വടക്ക് ദിശ മാത്രമേ നിൽക്കുള്ളൂ. വെസ്റ്റും ഈസ്റ്റിലോട്ട് എന്ത് ചെയ്യത്തില്ല? ഈ കോമ്പസിന്റെ സൂചി പോകത്തില്ല. എപ്പോഴും നോർത്തും സൗത്തും, നോർത്ത് സൗത്ത് ഡയറക്ഷൻ, വടക്ക് തെക്ക് ദിശയിൽ മാത്രമേ ഈ സൂചി നിൽക്കത്തുള്ളൂ എപ്പോഴും. ഓക്കെ, ഇത്രയും നല്ലതുപോലെ ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ ദിശയെക്കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സൂര്യനേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ ദിശ, ഓപ്പോസിറ്റ് ദിശ, നിഴൽ എങ്ങോട്ടായിരിക്കും, ഇടത് കൈ എങ്ങോട്ടാണ്, വലത് കൈ എങ്ങോട്ടാണ്. സൂര്യനെ നോക്കാതെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പടിഞ്ഞാറേക്ക്, വെസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈ, റൈറ്റ് ഹാൻഡ് വലത് കൈ, നിഴൽ ഷാഡോ, ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എവിടെയാണ്. പിന്നെ വടക്ക് നോക്കി യന്ത്രം ദിശ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു നീഡിൽ ഒരു പ്രത്യേക അഗ്രം, കളർ ഒരു പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോർത്തായിരിക്കും എപ്പോഴും. ഈ നീഡിൽ ഈ നമ്മുടെ കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം സൗത്ത് നോർത്ത്, വടക്ക് തെക്ക് ദിശയിൽ മാത്രമേ നിൽക്കുള്ളൂ. പണ്ട് കാലത്ത് നേവിക്കാർ, അതായത് നാവികർ എന്താണ് ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ വടക്ക് നോക്കി യന്ത്രം, കോമ്പസ് ആണ്. ഇത്രയും നല്ലതുപോലെ ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.